ഹായ് മക്കളെ, റിയാക്ഷൻ മെക്കാനിസത്തിൽ നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലീവിങ് ഗ്രൂപ്പ്, ന്യൂക്ലിയോഫൈൽ, സബ്സ്ട്രേറ്റ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ SN1 അതേപോലെ SN2 ആണ്. ഫോർ എ ചേഞ്ച് ഞാൻ ആദ്യം സംസാരിക്കാൻ പോകുന്നത് SN2 റിയാക്ഷനെ പറ്റിയിട്ടാണ്. കാരണം കഴിഞ്ഞ സെഷൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് സംസാരിച്ച് പോവാം. ബൈ മോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മൾ സ്കീം ഒന്ന് എഴുതുകയാണെങ്കിൽ സ്കീം വളരെ സിമ്പിളാണ്. ഓക്കെ, നമ്മളൊരു RX എടുക്കുന്നു. ഓക്കെ, RX എടുക്കുന്നു ആൻഡ് ഐ ഹാവ് ടേക്കൺ എ ന്യൂക്ലിയോഫൈൽ. ഓക്കെ, ഒരു ന്യൂക്ലിയോഫൈൽ എടുക്കുന്നു ആൻഡ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ പോളാർ അപ്രോട്ടിക് സോൾവെൻ്റ് ആണ്. എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് സേ ഐ വിൽ ടേക്ക് DMSO ഓർ DMF സംതിങ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു പോളാർ അപ്രോട്ടിക് സോൾവെൻ്റ് ആയിരിക്കും ഞാൻ എടുക്കാൻ പോകുന്നത്. റീസൺ നമുക്ക് പറയാം. And I will get something like this nucleophile with R. Okay, കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും. And this is my leaving group. Okay, this is my leaving group. And നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എക്സിൻ്റെ സ്ഥാനത്തല്ല ന്യൂക്ലിയോഫൈൽ വന്നിരിക്കുന്നത്, അല്ലേ? നേരെ ഇൻവേർഷനാണ്. സോ ഇൻവേർഷൻ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇൻവേർഷൻ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം ജസ്റ്റ് ഒന്ന് എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഓക്കെ, ആൻഡ് ഫസ്റ്റ് തിങ്, ഇതൊരു 1 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. 1 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഓക്കെ, ആൻഡ് വാട്ട് ഹാപ്പൻസ് ഹിയർ ഇസ്, ലെറ്റ്സ് സേ ഇഫ് ഐ ടേക്ക് CH3X. ആദ്യം ന്യൂക്ലിയോഫൈൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു? അറ്റാക്ക് ചെയ്യുന്നു. ഓഫ് കോഴ്സ് വി വിൽ ഹാവ് സം സോൾവെൻറ്റ്സ് ലൈക്ക് DMF, DMSO, നേരത്തെ പറഞ്ഞതുപോലെ. ആൻഡ് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത് ബാക്ക് സൈഡ് വഴിയാണ്. ഓക്കെ, ഇറ്റ് അറ്റാക്ക് ഫ്രം ദി നോട്ട് ഫ്രം ദി ഫ്രണ്ട് സൈഡ് ബട്ട് ഫ്രം ദി ബാക്ക് സൈഡ്. ബാക്ക് സൈഡ് അറ്റാക്ക് ആണ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ബാക്ക് സൈഡ് അറ്റാക്ക്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോഫൈൽ ഇവിടെ എന്ത് ചെയ്യും? ബോണ്ട് ഫോം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അതേസമയം എന്ത് ചെയ്യും? നമ്മുടെ ലീവിങ് ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് പോകും. അതായത് നമുക്കൊരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുക. ലൈക്ക് ദിസ്. ന്യൂക്ലിയോഫൈൽ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയോഫൈൽ വരുന്നു, കാർബണുമായിട്ട് എന്ത് ചെയ്യുന്നു? ബോണ്ട് ഫോം ചെയ്യുന്നു. ആൻഡ് വി വിൽ ഹാവ് വോട്ട്? ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ. ഓക്കെ, യെസ്. അപ്പം തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ലീവിങ് ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യുന്നു. സോ ദിസ് ഇസ് ആക്ച്വലി എ ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഇതെന്താണ്? ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്. നോക്കൂ. ഓക്കെ, ദിസ് ഇസ് ആക്ച്വലി എ ട്രാൻസിഷൻ സ്റ്റേറ്റ്. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കണം, ബോണ്ട് ഫോർമേഷനും അതേപോലെ ബോണ്ട് ബ്രേക്കിങ്ങും എന്താണ്? ആൻഡ് ബോണ്ട് ബ്രേക്കിംഗ് സൈമുൾട്ടേനിയസ് ആണ്. ബോണ്ട് ബ്രേക്കിങ്ങും സൈമുൾട്ടേനിയസ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സൈമുൾട്ടേനിയസ് ആണ്. ഓക്കെ, ആൻഡ് ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം, എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റൂ. ഇനി എന്തായിരിക്കും? യെസ്, X- ലീവ് ചെയ്യുന്നു. വി വിൽ ഗെറ്റ് വോട്ട്? X- ലീവ് ചെയ്യുന്നു ആൻഡ് വി വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ന്യൂക്ലിയോഫൈൽ ആൻഡ് CH3. ന്യൂക്ലിയോഫൈൽ ആൻഡ് CH3. ഓക്കെ, ദിസ് ഇസ് മൈ പ്രൊഡക്റ്റ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ വാൾട്ടൺ ഇൻവേർഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇൻവേർഷൻ ആണ് നടക്കുന്നത്. സോ വിൽ കോൾ ദിസ് ആസ് വോട്ട്? വാൾട്ടൺ ഇൻവേർഷൻ. വാൾട്ടൺ ഇൻവേർഷൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രാഫ്, മെക്കാനിസത്തിൻ്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, ലെറ്റ്സ് സേ ഞാനിവിടെ എനർജിയും, ഓക്കെ, റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ദിസ് ഇസ് മൈ എനർജി. ഓക്കെ, ദിസ് ഇസ് മൈ റിയാക്ഷൻ പ്രോഗ്രസ് X ആക്സിസിൽ വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, എനിക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് പറയും. ഓക്കെ, ദിസ് ഇസ് മൈ റിയാക്ടൻറ്റ്. ഓക്കെ, ദിസ് ഇസ് മൈ റിയാക്ടൻറ്റ് വിച്ച് ഇസ് RX റിയാക്ടൻറ്റ്. ഓക്കെ, സബ്സ്ട്രേറ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കും റിയാക്ടൻറ്റ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് മൈ പ്രോഡക്റ്റ്. ഓക്കെ, വിച്ച് ഇസ് NUR. ആൻഡ് ദിസ് ഇസ് മൈ ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഓക്കെ, ട്രാൻസിഷൻ സ്റ്റേറ്റിന് നമ്മൾ ഹാഷ് എന്നുള്ള രീതിയിൽ, അല്ലേ, ഹാഷ് എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് ദിസ് ഇസ് മൈ ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇതാണ് കേട്ടോ. ആൻഡ് ഇത് അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഇസ് യൂഷ്വലി എന്താണ്? അൺസ്റ്റേബിൾ ആണ്. യൂഷ്വലി അൺസ്റ്റേബിൾ ആണ്.
അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന് ഹൈ എനർജി ഉള്ളത് അല്ലേ. സോ ഹാവ് ഹൈ എനർജി. ഓക്കെ, യെസ്, ഇത്രയും കാര്യങ്ങളാണ്, വേറെ ഒന്നുമില്ല. ജസ്റ്റ് വീഡിയോ ഒന്നുകൂടെ ഒന്ന് പോസ് ചെയ്യാം. നോക്കിക്കോളൂ എന്തൊക്കെയാണ്. നമ്മുടെ സബ്സ്ട്രേറ്റ് ന്യൂക്ലിയോഫൈൽ ബാക്ക് സൈഡ് വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇറ്റ് ഈസ് ആക്ച്വലി ഇലക്ട്രോൺ റിച്ച് ഇൻ നേച്ചർ അല്ലേ. ന്യൂക്ലിയോഫൈൽ വരുന്നു, ന്യൂക്ലിയോഫൈലിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി, ഹാലജൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഒക്കെ ഉണ്ട്. വിച്ച് മീൻസ് എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ഓക്കെ, ദ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഈസ് ആക്ച്വലി ഇലക്ട്രോൺ റിച്ച്. ഓക്കെ, ഇലക്ട്രോൺ റിച്ച്. അപ്പോൾ ഇതിനെ ഫേവർ ചെയ്യുന്നത് എന്തായിരിക്കും, ഇലക്ട്രോൺ റിച്ച് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി കുറയ്ക്കും. അപ്പോൾ ഫേവേർഡ് ബൈ ദ presence of electron withdrawing groups. Favored by the presence of electron withdrawing group. Okay, just on the video pause ചെയ്യാം. Okay, this is about SN2. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളും ഒന്നുകൂടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം, ഇറ്റ്സ് എ കൺസേർട്ടഡ് മെക്കാനിസം. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ്സ് എ കൺസേർട്ടഡ് മെക്കാനിസം. ആൻഡ് നിങ്ങൾ നോക്കണം, രണ്ടാമത്തെ ഒരു പോയിന്റ് ഞാൻ പറയുന്നത്, ഇറ്റ്സ് എ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയും ഇൻ്റർമീഡിയറ്റ് ഉണ്ടാകുന്നത് ഒരു സ്റ്റെപ്പ് അല്ലേ? അല്ല, അതൊരു ഇൻ്റർമീഡിയറ്റ് അല്ല, ട്രാൻസിഷൻ സ്റ്റേറ്റ്. ആക്ച്വലി അതൊരു സ്റ്റെപ്പായിട്ട് നമ്മൾ കണക്കാക്കത്തില്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് എ വൺ സ്റ്റെപ്പ് പ്രോസസ്സ്. It's a one-step process. And your rate of reaction is actually, ഒറ്റ സ്റ്റെപ്പിലാണെങ്കിൽ ആരൊക്കെയാണ് ഉള്ളത്, നമുക്ക് ഉള്ളത് ആരൊക്കെയാണ്, സബ്സ്ട്രേറ്റും ഉണ്ട്, അതേപോലെ ന്യൂക്ലിയോഫൈലും ഉണ്ട് അല്ലേ. Or we could write rate of reaction is directly proportional to Rx and concentration of nucleophile. Okay, so your rate of reaction is equal to K Rx and nucleophile. Okay, Rx and nucleophile. So the order എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, order is equal to 1 plus 1 is equal to 2. Okay, and that is actually bimolecular reaction. ആണ്. SN2 is actually എന്തുകൊണ്ടാണ് നമ്മൾ 2 എന്ന് വിളിക്കുന്നത്? യെസ്, ബൈമോളിക്കുലാർ റിയാക്ഷൻ ആണ്. ആൻഡ് ഒരു കാര്യം പറയാനുള്ളത്, പോളാർ അപ്രോട്ടിക് സോൾവെൻറ്റിലായിരിക്കും ഇവർ ഫേവർ ചെയ്യപ്പെടുന്നത്. ഫേവേർഡ് ഇൻ പോളാർ അപ്രോട്ടിക് സോൾവെൻറ്റ്. നമുക്ക് പറയാം കേട്ടോ, അതിൻ്റെ കാര്യം നമുക്ക് പറയാം. പോളാർ അപ്രോട്ടിക് സോൾവെൻറ്റ്സ്. ഓക്കെ, ആൻഡ് ദർ ഇസ് വാൾട്ടൺ ഇൻവേർഷൻ ആസ് വെൽ. സ്റ്റീരിയോ കെമിസ്ട്രി നമുക്ക് പറയാം, ദർ ഇസ് വാൾട്ടൺ ഇൻവേർഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയുക. SN2 ഇത്ര നേരവും ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി സ്വാഭാവികമായിട്ടും സ്റ്റീരിയോ കെമിസ്ട്രി, യെസ്, വാൾട്ടൺ ഇൻവേർഷൻ എന്താണെന്ന് നമുക്കൊന്ന് പറയണം അല്ലേ. ലെറ്റ്സ് ഞാൻ പറയുകയാണ്, if I take like CH3X, okay, CH3X ഞാൻ എടുക്കുകയാണ്. So like this, I would write something like this, CH3 and here it is X. ഓക്കെ, അപ്പോൾ ഇവിടെ ആര് വരുന്നു, ഒരു ന്യൂക്ലിയോഫൈൽ വരുന്നു. ഓക്കെ, ട്രാൻസിഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമുക്ക് കാണിക്കാം. ഓക്കെ, ഇവിടെ ആര് വരുന്നു, ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ അങ്ങ് എഴുതാം. ഓക്കെ, ട്രാൻസിഷൻ സ്റ്റേറ്റ് ഞാൻ വരയ്ക്കുന്നില്ല. എനിക്ക് എന്ത് കിട്ടും? യെസ്, ഐ വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്, H ആൻഡ് ഇവിടെ എന്ത് വരുമോടാ എനിക്ക്? യെസ്, ഐ വിൽ ഗെറ്റ് ന്യൂക്ലിയോഫൈൽ ഓവർ ഹിയർ. ഓക്കെ, സോ ദിസ്, ഇവിടെ എന്ത് സംഭവിച്ചു? സ്റ്റീരിയോ കെമിസ്ട്രി, ഹാലജൻ ബിലോ ദ പ്ലെയിൻ ആയിരുന്നു അല്ലേ, ഇവിടെ എന്താണ്, എബവ് ദ പ്ലെയിൻ ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാൾട്ടൺ ഇൻവേർഷൻ എന്ന് വിളിക്കുന്നത്. Stereochemistry is inverted. All right. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് SN2 റിയാക്ഷൻ. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ആക്ച്വലി SN2 റിയാക്ഷനെ ഫേവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ഫേവർ ചെയ്യുന്നത്? ആദ്യത്തെ കാര്യം, സബ്സ്ട്രേറ്റിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് നോക്കി കാണാനുണ്ട്. അതേപോലെ സ്ട്രെങ്ത് ഓഫ് ന്യൂക്ലിയോഫൈലിൻ്റെ കാര്യം നമുക്കൊന്ന് സംസാരിക്കണം. ഓക്കെ, ആൻഡ് ലീവിങ് ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. ലീവിങ് ഗ്രൂപ്പിൻ്റെ ഡിപ്പെൻഡൻസി എന്താണെന്ന് ഒന്ന് നോക്കാം. ആൻഡ് ഫൈനലി വിൽ ടോക്ക് അബൌട്ട് ദ സോൾവെൻറ്റ്സ് ആസ് വെൽ.
സോൾവൻ്റ് ആസ്പെക്റ്റും കൂടെ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് സബ്സ്ട്രേറ്റിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാം പ്രൈമറി സെക്കൻഡറി ടെർഷറി ഒക്കെ ആണെന്ന്, എന്നാലും ഞാനൊന്ന് പറയാം. ഓക്കെ, ലെറ്റ്സ് സേ ഇതാ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ദിസ് ഇസ് CH3X ആണെന്ന് വിചാരിക്കുക. ആൻഡ് വി ഹാവ് അനദർ സബ്സ്ട്രേറ്റ് ലൈക്ക് ലെറ്റ്സ് സേ CH3. Here it is CH3, here it is CH3, okay, with X over here. Okay, അപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും, സ്വാഭാവികമായിട്ട് നമ്മുടെ ന്യൂക്ലിയോ ഫൈൽ വരികയാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഹിയർ വി ഹാവ് ന്യൂക്ലിയോ ഫൈൽ. ഓക്കെ, അപ്പോൾ ബാക്ക് സൈഡ് അറ്റാക്ക് ആയിരിക്കും. ബാക്ക് സൈഡ് അറ്റാക്ക്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഓഫ് കോഴ്സ് ദിസ് ഇസ് ബൾക്കിയർ ഗ്രൂപ്പ്, റൈറ്റ്? അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ബാക്ക് സൈഡ് അറ്റാക്ക് ആണ് നടക്കുന്നത്, അല്ലേ? അതേപോലെ ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് നമ്മുടെ കെമിക്കൽ ടേം എന്താണ്. യെസ്, സ്റ്റെറിക് ഹിൻഡ്രൻസ്, അല്ലേ? സ്റ്റെറിക് ഹിൻഡ്രൻസ്. എവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടാകും? യെസ്, ഓക്കെ, ബൾക്കിയർ ഗ്രൂപ്പ് പ്രസൻ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടാകും. ന്യൂക്ലിയോ ഫൈലിന് അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? യെസ്, ദ ഓർഡർ towards SN2, order towards SN2 എങ്ങനെ വരും? Okay, that is primary. Okay, or we could even write like this CH3 X and then CH3 CH2X, or we could write primary RX, അല്ലേ? primary RX, then secondary, and then what, tertiary എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും, അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, അതിൽ ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ഓക്കെ, okay, yes, the order towards substrate, SN2 towards the substrate. Okay, next one, strength of nucleophile. Yes, the rate actually depends on the concentration of what, substrate, and what, and the concentration of nucleophile as well. Okay, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും as the concentration അല്ലെങ്കിൽ the strength of nucleophile increases, the rate of reaction also what happens, increases. Okay, അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും as the strength of nucleophile increases, rate of reaction also increases എന്ന് എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ബൈമോളിക്കുലർ റിയാക്ഷൻ എന്നൊക്കെ പറയുന്നത്, അല്ലേ? യെസ്, ആൻഡ് നിങ്ങൾക്കൊരു കാര്യം ഓർമ്മയുണ്ടോ, ന്യൂക്ലിയോഫൈലിൻ്റെ എനർജി എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, ഹോമോ കൊണ്ടായിരുന്നു നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലേ? ന്യൂക്ലിയോഫൈൽ എനർജി ഈസ് ആക്ച്വലി ഹോമോ, അല്ലേ? ഇറ്റ്സ് ഹോമോ ആണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ചാർജ്ഡ് ന്യൂക്ലിയോഫൈൽ ഹാസ് ഹയർ എനർജി ദാൻ ന്യൂട്രൽ. ഓക്കെ, അതായത് OH മൈനസും അതേപോലെ H2O ആണെങ്കിൽ ഏത് ന്യൂക്ലിയോഫൈലിനാണ് സ്ട്രെങ്ത് കൂടുതൽ? യെസ്, ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് OH മൈനസിന്. ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് OH മൈനസിനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ? ഇതാ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? ഇതാ, ആൻഡ് എവിടെയാണ് ഡൊണേറ്റ് ചെയ്യുന്നത്? സിഗ്മ സ്റ്റാറിലാണ് ഡൊണേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഹോമോയും ലൂമോയും എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുകയാണ്, സോറി ഫോർ ദിസ്, ഇവിടെ വരുമ്പോൾ നമുക്കറിയാം എവിടെയാണ് പോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ലൈക്ക് ഈ ന്യൂക്ലിയോഫൈൽ ഇലക്ട്രോൺ ഡെൻസിറ്റി എവിടെയാണ് കൊടുക്കുന്നത്? നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ സിഗ്മ സ്റ്റാറിലേക്കാണ്, അല്ലേ? യെസ്, ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റിലേക്കാണ്. ലെറ്റ്സ് ഞാൻ പറയുകയാണ് ദിസ് ഇസ് സിഗ്മ സ്റ്റാർ ഓഫ് മൈ CX. ഓക്കെ, ആൻഡ് ഞാനിവിടെ എടുക്കുന്നത് ന്യൂക്ലിയോഫൈലാണ്. ഡിഫറെൻറ്റ് ന്യൂക്ലിയോഫൈൽ നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ എന്തായിരിക്കും, ലെറ്റ്സ് ഇത് OH മൈനസ് ആണെന്ന് വിചാരിക്കുക, H2O ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ദിസ് ഇസ് മൈ ഹോമോ ആൻഡ് ദിസ് ഇസ് മൈ ലൂമോ, അല്ലേ? ആൻഡ് യു സീ ദിസ് എനർജി ഗ്യാപ്പ്. നമുക്കറിയാം ആരുടെ എനർജിയാണ് കൂടുതൽ? OH മൈനസിനായിരിക്കും എനർജി കൂടുതൽ കമ്പയർഡ് ടു യുവർ ന്യൂട്രൽ H2O. അപ്പോൾ സ്വാഭാവികമായിട്ടും യെസ്, ദിസ് ഇസ് യുവർ A1 ആൻഡ് A2. ഓക്കെ, ഏത് ആക്ടിവേഷൻ എനർജിയാണ് കുറവ്? ഓഫ് കോഴ്സ് A1 ഇസ് ആക്ച്വലി ലെസ് ദാൻ വോട്ട് A2. ഓക്കെ, അങ്ങനെ ആക്ടിവേഷൻ എനർജി കുറവാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ rate of reaction actually increases. Rate of reaction actually increases when in presence of what? A strong nucleophile. In presence of a strong nucleophile. In presence of a strong nucleophile. Okay,
ദാറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ന്യൂക്ലിയോഫൈൽ എങ്ങനെ SN2നെ എഫക്റ്റ് ചെയ്യുന്നതെന്നും നമ്മൾ കണ്ടു. അടുത്തത് എന്താണ്? ലീവിങ് ഗ്രൂപ്പ് എബിലിറ്റി. ലൈക്ക് ഇതേ കാര്യം നമുക്കിവിടെ പറയാൻ പറ്റും. ലെറ്റ്സ് സേ ഞാൻ ന്യൂക്ലിയോഫൈലിനെ ഞാൻ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു, ലൈക്ക് OH മൈനസ് ആണെന്ന് വിചാരിക്കാം. ആൻഡ് ഐ ഹാവ് ലൈക്ക് CI, CBr ആൻഡ് CCl. ഓക്കെ, ആൻഡ് നിങ്ങൾക്കറിയാം ലീവിങ് ഗ്രൂപ്പ് എബിലിറ്റി കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞതാണ്. ആർക്കാണ് കൂടുതൽ? I- കൂടുതൽ അല്ലേ? BR മൈനസ് CL മൈനസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ചാർജ് ഡിസ്പേർഷൻ അല്ലേ? ചാർജ് ഡിസ്പേർഷൻ കാരണം. ആൻഡ് എന്തുകൊണ്ടാണ് ഇവരുടെ എനർജി കുറവ്? അതും നമ്മൾ പറഞ്ഞതാണ്. സിഗ്മ സ്റ്റാർ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എനർജി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത് ആണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CI ബോണ്ട് എന്തായിരിക്കും? എനർജി കുറവായിരിക്കും. ആൻഡ് ദിസ് ഇസ് ഓഫ് കോഴ്സ് ദിസ് മൈ ഹോമോ ആൻഡ് ദിസ് ഇസ് മൈ ലൂമോ. ഓക്കെ, അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ആര് ലീവ് ചെയ്ത് പോയിക്കോളും? I- ലീവ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ യെസ്, ലീവിങ് ഗ്രൂപ്പ് ടുവേർഡ്സ് SN2. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ ടുവേർഡ്സ് SN2 എങ്ങനെ എഴുതാം? ഓക്കെ, ദാറ്റ് ഈസ് RI greater than then what? RBr, RCl and what? RF എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓൾറൈറ്റ്, ആൻഡ് ഫൈനലി നമുക്ക് സോൾവെൻറ്റിൻ്റെ ഒരു കാര്യം കൂടെ പറയാം. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരുടെയും ഒരു കൺഫ്യൂഷനാണ്, പോളാർ പ്രോട്ടിക് ആണോ പോളാർ അപ്രോട്ടിക് ആണോ എടുക്കേണ്ടത് എന്നുള്ളത്. പോളാർ പ്രോട്ടിക്കും അതേപോലെ പോളാർ അപ്രോട്ടിക്കും. ഓക്കെ, പോളാർ പ്രോട്ടിക്കിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് സിമ്പിളായിട്ട് വാട്ടർ എടുക്കാം. ഓക്കെ, ആൻഡ് ഹിയർ വി വിൽ ടേക്ക് വാട്ട്? പോളാർ അപ്രോട്ടിക്കിന് DMSO, ഡൈമീഥൈൽ സൾഫോക്സൈഡോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഇതൊക്കെ എടുക്കുകയാണെന്ന് വിചാരിച്ചു. ആൻഡ് ഇവിടെ നോക്കിക്കോളൂ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സേ നമ്മളൊരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുകയാണ്, ലൈക്ക് CH3X എടുത്തോളൂ ആൻഡ് വിൽ ഹാവ് NaF. ഓക്കെ, സോഡിയം ഫ്ലോറൈഡ് എടുക്കുകയാണ്. നമ്മുടെ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് F- ആണ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് സോൾവെൻസിൽ എന്തായിരിക്കും നടക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓഫ് കോഴ്സ് വി വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ് F ആൻഡ് CH3 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ആൻഡ് വി ഹാവ് വാട്ട്? X മൈനസ് ഇവിടെ ഉണ്ടാവും. ദിസ് ഇസ് ദ ലീവിങ് ഗ്രൂപ്പ്. ഓക്കെ, സോ ദിസ് ഇസ് എ സബ്സ്ട്രേറ്റ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദി പ്രോഡക്റ്റ്. അപ്പോൾ ആദ്യം ഞാൻ പറയുകയാണ്, വാട്ട് ഹാപ്പൻസ് ഇൻ പ്രസൻസ് ഓഫ് പോളാർ പ്രോട്ടിക് സോൾവെൻസ്. ഐ തിങ്ക് ഐ നീഡ് വൺ മോർ പേജ്. ഓക്കെ, നമ്മൾ പോളാർ പ്രോട്ടിക് സോൾവെൻസ് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും നടക്കുക? പോളാർ പ്രോട്ടിക് സോൾവെൻ്റ് ആണ് എടുക്കുന്നതെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സേ H2O ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഐ വിൽ ഹാവ് 2 അയോൺസ്, Na+ ഉണ്ടാകും, അതേപോലെ F- ഉണ്ടാകും. അപ്പോൾ ഈ വാട്ടർ എന്താ ചെയ്യുക? ആക്ച്വലി വാട്ടർ ചെയ്യുന്നത് സോൾവേറ്റ് ആണ്. ഇവരെന്ത് ചെയ്യും? സോൾവേറ്റ് ചെയ്യും. അതായത് ബേസിക്കലി ഇങ്ങനെ, ഓക്കെ, വാട്ടറിൻ്റെ മുകളിൽ എന്തുണ്ട്? Δ- ഉണ്ട് അല്ലേ? അതേപോലെ ഇവിടെ Δ- ഉണ്ട്. സോ വി വിൽ ഹാവ് ഡെൽറ്റ. ഈ വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യും? ഈ സോഡിയം അയോൺസിനെ കംപ്ലീറ്റ് ആയിട്ട് സോൾവേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് Δ- കാണാൻ പറ്റും. Δ-, ഓക്കെ, ഇങ്ങനെ. അതേപോലെ ഈ F- എന്ത് ചെയ്യും? ഈ വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യും? സറൗണ്ട് ചെയ്യൂലേ? യെസ്, ചെയ്യും. എങ്ങനെയാണ്? കാരണം വാട്ടറിൻ്റെ മുകളിൽ എന്തുണ്ട്? H+ ഉണ്ട്. അപ്പോൾ ഇവിടെ H2O അല്ലേ? ഇങ്ങനെ H2O ഉണ്ടാകും. സോ വി വിൽ ഹാവ് സംതിങ് ലൈക്ക് ദിസ് H. ഓക്കെ, സോ വി വിൽ ഹാവ് ആൻ ഇൻട്രാക്ഷൻ അല്ലേ? അയോൺ ഡൈപോൾ ഇൻട്രാക്ഷൻ ഇവിടെ ഉണ്ടാകും. ഓക്കെ അല്ലേ? അയോൺ ഉണ്ട്, അതേപോലെ ഡൈപോൾ ഉണ്ട്. ഓക്കെ, അയോൺ ഡൈപോൾ ഇൻട്രാക്ഷൻ. നമ്മൾ പറയും, സേ ദിസ്, ഓക്കെ, നമ്മൾ പറയും ദ F- is actually F- is solvated by what? Solvated by water molecule. ഓക്കെ, അങ്ങനെ സോൾവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളെ ഇപ്പോൾ F- എന്ത് ചെയ്യണം? F- പോയിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യണം അല്ലേ? F- പോയിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യണം. അതേസമയം ഇവിടെ വാട്ടർ ആണുള്ളതെങ്കിൽ ഈ F- എന്ത് ചെയ്യാണ്? വാട്ടർ മോളിക്യൂൾ സറൗണ്ട് ചെയ്തു, സോൾവേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സോ ഇറ്റ്സ് ന്യൂക്ലിയോഫിലിസിറ്റി ആക്ച്വലി എന്ത് ചെയ്യും? ഡിക്രീസസ്. ഇറ്റ്സ് ന്യൂക്ലിയോഫിലിസിറ്റി ഡിക്രീസസ്.
അതേസമയം ലെറ്റ്സ് സേ ഡി എം എസും ആണ് എടുക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ Na+ ഇവിടെ ഉണ്ട്, ഡൈമീഥൈൽ സൾഫോക്സൈഡിൽ. ഓക്കെ, വി ഹാവ് ഡൈമീഥൈൽ സൾഫോക്സൈഡ് അല്ലേ. ഇവിടെ എന്തുണ്ടാവും? ദാ O CH3 CH3 O CH3 CH3 yes CH3 CH3. Okay, so this is delta minus delta minus delta minus and delta minus. Okay, so here we have some kind of ion dipole interaction. അതേസമയം എഫ് മൈനസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എഫ് മൈനസിന് ഇവിടെ ഡെൽറ്റ പ്ലസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അത്രത്തോളം സൾഫറിനൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവരെ സോൾവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സൾഫറിൻ്റെ മുകളിൽ ഈവൻ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു പ്രിഡോമിനൻ്റ് അയോൺ ഡൈപോൾ ഇൻട്രാക്ഷൻ ഒന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, സോ മൈനസ് ഇസ് നമുക്ക് പറയാം നോട്ട് സോൾവേറ്റഡ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ് അല്ലേ, വാട്ടറിനെ പോലെയൊന്നും ഇല്ല. സോ ഇൻ പ്രസൻസ് ഓഫ് polar aprotic solvents, nucleophilicity actually increases. അങ്ങനെ ന്യൂക്ലിയോഫിലിസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താവും? റേറ്റ് ഓഫ് റിയാക്ഷൻ ആക്ച്വലി ഇൻക്രീസസ്. ഓക്കെ, ഇതാണ് നമ്മുടെ സോൾവെൻറ്റിൻ്റെ എഫക്റ്റ്. സോ SN2 ഫേവർ ചെയ്യുന്നത് ആരാണ്? പോളാർ അപ്രോട്ടിക് ആണ്. അതും ഏതൊക്കെ? DMSO നമ്മൾ പറയും അല്ലേ, DMF, അസറ്റോൺ, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ലെറ്റ്സ് സേ റൈറ്റ് DMF ഓർ DMSO സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോൾവെൻറ്റിൻ്റെ എഫക്റ്റും കഴിഞ്ഞു. ഇത്രയുമാണ് SN2 നമുക്ക് പറയാനുള്ളത്. പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, SN2 SN1 മിക്സ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് നോക്കാം കേട്ടോ. അവിടെ നിൽക്കട്ടെ തൽക്കാലം. നൗ ടോക്കിംഗ് അബൌട്ട് SN1 റിയാക്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആദ്യം സ്കീം ഒന്ന് എഴുതി നോക്കിയാൽ സ്കീം വളരെ സിമ്പിളാണ് അല്ലേ. എന്താണ്? RX ഉണ്ടാകും. നൗ ദർ ഇസ് എ ന്യൂക്ലിയോഫൈൽ ആൻഡ് ലെറ്റ്സ് സേ H2O ലൈക്ക് പോളാർ പ്രോട്ടിക് സോൾവെൻ്റ് ആണ് ഉണ്ടാകുക. ആൻഡ് വി വിൽ ഹാവ് വാട്ട് RNU എന്നുള്ള രീതിയിൽ വിൽ ഗെറ്റ് ഇറ്റ്. ദിസ് ഇസ് എ സ്കീം. But the mechanism, it is interesting actually. അത്രത്തോളം സിമ്പിൾ അല്ല അല്ലേ, SN2 പോലെ അത്രത്തോളം സിമ്പിൾ അല്ല. നോക്കിക്കോളൂ, ഇതിൻ്റെ ഗ്രാഫൊക്കെ ആരൊക്കെ ഒരു രസം ഉണ്ടാവും, നിങ്ങൾ കണ്ടോ? ഓക്കെ, സോ ഐ വുഡ് ടേക്ക് C R1 R2 R3 with X. ഓക്കെ, now what happens here is, ഇവിടെ ആദ്യം എന്ത് ചെയ്യുന്നു? ആദ്യം തന്നെ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നില്ല, മറിച്ച് എന്ത് ചെയ്യും? വാട്ടർ എന്ത് ചെയ്യും? നിങ്ങൾക്കറിയാം, വാട്ടറിന് ഒരു ഹൈ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ള ഒരു സോൾവെൻ്റ് ആണ് അല്ലേ. ഹൈ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഹൈ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം വേറെ ഒന്നും കൂടിയാണ്, വിച്ച് മീൻസ് ഇറ്റ് ക്യാൻ ബ്രേക്ക് ബോണ്ട്സ്. നല്ല ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ആക്ച്വലി ബ്രേക്ക് ബോണ്ട്സ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ ഈ സോൾവെൻ്റ് എന്ത് ചെയ്യും? യെസ്, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ആദ്യം സോൾവെൻ്റ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, നമ്മളെടുത്തിരിക്കുന്ന സോൾവെൻറ്റ് വാട്ടർ ആക്ച്വലി എന്ത് ചെയ്യും? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഏത് ബോണ്ട് ബ്രേക്ക് ചെയ്യും? ഓക്കെ, ബിക്കോസ് പൊളാരിറ്റി ഉള്ള ബോണ്ട് ഈസിലി ബ്രേക്ക് ചെയ്യാൻ പറ്റും അല്ലേ, അത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അടുത്ത ചോദ്യമാണ്, കാർബൺ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? പൊളാരിറ്റി ഉള്ളത് എവിടെയാണ്? ഡെൽറ്റ മൈനസ് ഡെൽറ്റ പ്ലസ്. ഇതാണ് പോളാർ ആയിട്ടുള്ള ബോണ്ട്. സ്വാഭാവികമായിട്ടും ആ ബോണ്ട് എന്ത് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകും? ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും. ഇങ്ങനെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി, ഒന്നും ബൈ ഹാർട്ട് ചെയ്യാനൊന്നുമില്ല ഇവിടെ കേട്ടോ. R1 R2 ആൻഡ് ദി അതർ തിങ് ഈസ്, ആദ്യം തന്നെ ബ്രേക്ക് ചെയ്ത് പോകത്തില്ല. നമുക്ക് എന്ത് ചെയ്യും? ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ടാകും. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇവിടെ എന്തുണ്ടാകും? ഇവിടെ നമുക്ക് ആദ്യം ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ടാകും. ഐ വിൽ റൈറ്റ് ഹാഷ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. സോ ഐ വിൽ കോൾ ദിസ് എസ് ട്രാൻസിഷൻ സ്റ്റേറ്റ് 1. ആൻഡ് ഇവിടെ ഒന്നല്ല 2 ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ടാവും നമുക്ക് പറയാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും? യെസ്, ഈ എക്സ് മൈനസ് അങ്ങ് പോയി അല്ലേ. ഈ എക്സ് മൈനസ് പോയി, ആദ്യം ബ്രേക്ക് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞു. ആൻഡ് വി വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് എ കാർബോകാറ്റയോൺ അല്ലേ. നെക്സ്റ്റ് പേജിൽ എഴുതാം. I will get what? ഈ എക്സ് മൈനസ് അങ്ങ് പോയി കഴിഞ്ഞാൽ ഓക്കെ, I will get C R1 R2 and R3 with a positive charge, and this is called carbocation. And this is actually an intermediate. This is actually
ഇന്റർമീഡിയറ്റ്. ഓക്കെ, കാർബോക്കേറ്റയോൺ എന്താണ്? ഒരു ഇന്റർമീഡിയറ്റ് ആണ്. ഇതെന്താണ്? ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്. ദിസ് ഇസ് കോൾഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഓക്കെ, ട്രാൻസിഷൻ സ്റ്റേറ്റ് 1. ഇനി അടുത്തത് എന്താണ്? അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നൗ കംസ് വാട്ട്? ന്യൂക്ലിയോഫൈൽ. Now comes what? Nucleophile. And mind you, this is carbocation and this is actually planar in nature. Planar in nature. Planar in nature എന്ന് പറയുമ്പോൾ sp2 ആണ് അല്ലേ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഒരു പ്ലെയിനിലാണ്. ലെറ്റ്സ് സേ ഞാനൊരു ഈ ബോർഡ് നിങ്ങളൊന്ന് ആലോചിക്കുക. കാർബൺ ഇവിടെയുണ്ട്, R1 R2 R3. ന്യൂക്ലിയോഫൈൽ വരികയാണ്. അപ്പോൾ ഈ ന്യൂക്ലിയോഫൈൽ വരുമ്പോൾ ഇത് പ്ലാനാറാണ്. അപ്പോൾ ന്യൂക്ലിയോഫൈലിൽ മുകളിൽ നിന്നും അറ്റാക്ക് ചെയ്യാം, അതേപോലെ ഇവിടെ നിന്നും അറ്റാക്ക് ചെയ്യാം, താഴെ നിന്നും അറ്റാക്ക് ചെയ്യാം. പ്രോബബിലിറ്റി എത്രയാണ്? 50% ആണ്. ഓക്കെ, അപ്പോൾ ഈ ന്യൂക്ലിയോഫൈൽ ഐദർ ക്യാൻ അറ്റാക്ക് ഫ്രം അബവ് ദ പ്ലെയിൻ ഓർ വോട്ട് ബിലോ ദ പ്ലെയിൻ. ഓക്കെ, ലെറ്റ്സ് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് സ്റ്റീരിയോ കെമിസ്ട്രി ഞാൻ പറയുന്നില്ല. അബവ് ദ പ്ലെയിനും ബിലോ ദ പ്ലെയിനും എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രിയെ പറ്റിയാണ് പറയുന്നത്. അത് അവിടെ നിൽക്കട്ടെ. തൽക്കാലം ഞാൻ അബവ് ദ പ്ലെയിൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അബവ് ദ പ്ലെയിനിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയായിരിക്കും? Let's say I will get something like this. See, R1 R2 R3 and ഇവിടെ ആദ്യം തന്നെ എന്ത് ചെയ്യത്തില്ല? ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യത്തില്ല. മറിച്ച് എന്തായിരിക്കും? യെസ്, നമ്മളൊരു ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് അഗെയിൻ ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നു. ന്യൂക്ലിയോഫൈൽ ബോണ്ട് ഫോം ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ദിസ് ഈസ് മൈ സെക്കൻഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ട്രാൻസിഷൻ സ്റ്റേറ്റ് നമ്പർ 2. ഓക്കെ, സെക്കൻഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? യെസ്, ഇവർ ബോണ്ട് ഫോം ചെയ്യും. ആൻഡ് ഇവിടെ എന്തായിരിക്കും? ഐ വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ്. CR1 R2 R3 ആൻഡ് വോട്ട്? യെസ്, യുവർ ന്യൂക്ലിയോഫൈൽ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നോക്കിക്കോളൂ. ലെറ്റ്സ് സേ ദിസ് ഈസ് യുവർ reaction progress. Okay, and this is your energy. ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്. നോക്കിക്കോളൂ, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ വരും. സോറി, കുറച്ചും കൂടെ വലുതാക്കി വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വരും. ഓക്കെ, സോ ദിസ് ഈസ് മൈ റിയാക്റ്റൻറ്റ്. ഇതാണ് നമ്മുടെ RX. ഓക്കെ, ദിസ് ഈസ് മൈ പ്രോഡക്റ്റ്. ഓക്കെ, and I will have a transition state 1 here, and this is my transition state 2, and this is my intermediate. This is my, ഇതാണ് എൻ്റെ കാർബോക്കേറ്റയോൺ, which is my intermediate. എന്നിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ ഒരു ചോദ്യം വരും, എന്തുകൊണ്ടാണ് ഇന്റർമീഡിയറ്റിൻ്റെത് എനർജി താഴെ വന്നിരിക്കുന്നത്? ഈവൻ നിങ്ങൾ ഇങ്ങനെയും ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ്? രണ്ടും ട്രാൻസിഷൻ സ്റ്റേറ്റ് അല്ലേ? ട്രാൻസിഷൻ സ്റ്റേറ്റിൻ്റെ എനർജി ഓഫ് ട്രാൻസിഷൻ സ്റ്റേറ്റ് 1 ഇസ് ഗ്രേറ്റർ ദാൻ വോട്ട്? ട്രാൻസിഷൻ സ്റ്റേറ്റ് 2. വൈ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. നോക്കോളൂ. ഓഫ് കോഴ്സ് ഇന്റർമീഡിയറ്റും ട്രാൻസിഷൻ സ്റ്റേറ്റും, ഇന്റർമീഡിയറ്റിന് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ട്രാൻസിഷൻ സ്റ്റേറ്റിനേക്കാൾ സ്റ്റെബിലിറ്റി ഉണ്ടാകും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? സ്റ്റെബിലിറ്റി ഓഫ് ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർമീഡിയറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ വോട്ട്? സ്റ്റെബിലിറ്റി ഓഫ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. സ്റ്റെബിലിറ്റി ഓഫ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഇവരുടെ ഒരു സ്റ്റെബിലിറ്റി ഓർഡർ പറയുകയാണെങ്കിൽ, ഓക്കെ, എന്നിട്ട് നമുക്ക് പറയാം. സ്റ്റെബിലിറ്റി ഓർഡർ പറയുകയാണെങ്കിൽ ആർക്കാണ് ഏറ്റവും ഓർഡർ കൂടുതൽ? സ്റ്റെബിലിറ്റി പ്രൊഡക്റ്റിനാണ് ഏറ്റവും കൂടുതൽ, കാരണം ലീസ്റ്റ് എനർജിയാണ്. പിന്നെ വരുന്നത് ആർക്കാണ്? റിയാക്റ്റൻ്റ് ആണ് അല്ലെ? പ്രൊഡക്റ്റ്, റിയാക്റ്റൻ്റ്, ദെൻ കംസ് വോട്ട്? യുവർ ഇന്റർമീഡിയറ്റ്. ഓക്കെ, ദെൻ കംസ് വോട്ട്? ട്രാൻസിഷൻ സ്റ്റേറ്റ് 2. ഓക്കെ, ആൻഡ് വോട്ട്? ട്രാൻസിഷൻ സ്റ്റേറ്റ് 1. Transition state 2, and then comes what? Transition state 1. This is my transition state 2 and this is my transition state 1. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, RX-ൽ നിന്ന് കാർബോക്കേറ്റയോൺ ഫോം ചെയ്യുമ്പോഴാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ്, അതിൻ്റെ ഇടയിലാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് 1 വന്നിരിക്കുന്നത് അല്ലേ? അപ്പം ഞാൻ പറയും, ഇതാ നോക്കിക്കോളെ, ഈ RX, ഓക്കെ, RX അല്ലെങ്കിൽ നമ്മുടെ ടെർഷ്യറി ബ്യൂട്ടൈൽ CH3 and X, ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു?
ഒരു കാർബോകാറ്റയോൺ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു. ഓക്കെ, CH3 ഇങ്ങനെ CH3 പ്ലസ്. ഓക്കെ, ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസിഷൻ സ്റ്റേറ്റ് 1 ഉള്ളത് ഇതിൻ്റെ ഇടയിൽ അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതൊരു 8 ഒക്ടക്റ്റ് കംപ്ലീറ്റ് അല്ലേ, അല്ലേ? ഈ കാർബണിൻ്റെ ഒക്ടക്റ്റ് എന്താണ്, കംപ്ലീറ്റ് ആണ്. ഇതിന് എത്ര ഇലക്ട്രോണേ ഉള്ളൂ, 6 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇവിടെ ഇൻകംപ്ലീറ്റ് ഒക്ടക്റ്റ് ആണ്. ഓക്കെ, ഇൻകംപ്ലീറ്റ് ഒക്ടക്റ്റ്. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി എന്താണ്, കംപ്ലീറ്റ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാൾ കംപ്ലീറ്റ് ആയിട്ട് 8 ഇലക്ട്രോണൊക്കെ ഉള്ള ഒരാളാണ്. അയാൾക്ക് എപ്പോഴെങ്കിലും 6 ഇലക്ട്രോൺ ആവാൻ വല്ല ഇഷ്ടം ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്താണ്, ഇയാൾ സ്റ്റേബിൾ ആണ്. 8 ഇലക്ട്രോൺ ഉള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്പീഷീസ് എന്തിനാണ് 2 ഇലക്ട്രോൺ പോയിട്ട് 6 ഇലക്ട്രോൺ ആവുന്നത്, അല്ലേ? ഒക്ടക്റ്റ് തിയറി ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഓക്കെ, ദിസ് ഈസ് മൈ EA1. ഓക്കെ, ദിസ് ഇസ് മൈ EA1. ഓക്കെ, അതേസമയം ട്രാൻസിഷൻ സ്റ്റേറ്റ് 2 എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് എന്താണ്, ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ് RNU ആണ്. ഓക്കെ, ഇവിടെ നിന്ന് ജസ്റ്റ് ഞാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്യാം. ഇവിടെ നിന്ന് RNUയിലേക്ക് പോകുമ്പോൾ, ഓക്കെ, RNU ലൈക്ക് ഇതിനെ ഞാൻ R എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. RNUയിലേക്ക് പോകുമ്പോൾ ഇവിടെ എന്തായിരിക്കും, ഈ R എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ കൺഫ്യൂസ് ചെയ്യരുത് കേട്ടോ. ഈ CH3 ഇവിടെ പോയി പെട്ടെന്ന് R ഇത് തന്നെയാണ് കേട്ടോ, സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി തന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നിന്ന് ട്രാൻസിഷൻ സ്റ്റേറ്റ് 2 എന്ന് പറയുമ്പോൾ ഇത് എഗെയിൻ എന്താണ്, 8 ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. അപ്പോൾ ഇത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്പീഷീസിൽ നിന്ന് പിന്നെന്താണ്, വീണ്ടും എന്താണ്, 8 ഇലക്ട്രോൺ ആകാൻ പോവുകയാണ്. അപ്പോൾ എന്തായിരിക്കും, കുറച്ചും കൂടെ താല്പര്യം ഉണ്ടാവില്ലേ? ഇത് 6 ഇലക്ട്രോൺ ആണ്, ഇത് കുറച്ചും കൂടെ താല്പര്യമുണ്ട് എന്നുള്ളത് പറയാൻ പറ്റും അല്ലേ? യെസ്. അപ്പോൾ എന്തായിരിക്കും, അതുകൊണ്ടാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് 2ൻ്റെ എനർജി എന്ത്, യെസ്, എനർജി ഓഫ് ട്രാൻസിഷൻ സ്റ്റേറ്റ് 2 ഈസ് ആക്ച്വലി ലെസ് ദാൻ 1 എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ, ഈ ഗ്രാഫ് ക്ലിയർ ആണല്ലോ. ആൻഡ് അഗെയിൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ആൻഡ് ദിസ് ഇസ് EA2. ഓക്കെ, ദിസ് ഇസ് മൈ EA2. ഓക്കെ, ആൻഡ് EA1 എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ EA2 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഇവിടെ ആക്ടിവേഷൻ എനർജി കൂടുതലായതുകൊണ്ട് തന്നെ ദിസ് വിൽ ബി ദി സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എന്നെനിക്ക് പറഞ്ഞുകൂടെ. അതായത് RXൽ നിന്ന് കാർബോകാറ്റയോൺ ഉണ്ടാകുന്ന സ്റ്റെപ്പാണ് എന്ത്, നമ്മുടെ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എന്ന് എനിക്ക് പറഞ്ഞുകൂടെ. യെസ്. അപ്പോൾ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് വിച്ച് ഇസ് ദ ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ എന്ന് പറയുന്നത് requires higher activation energy. So will be the slowest step. അങ്ങനെ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ that will be the rate determining step. So that will be the RTS, rate determining step എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഒക്കെ നമുക്ക് പറയാം. ആൻഡ് അഗെയിൻ ഇതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി സ്റ്റീരിയോ കെമിസ്ട്രി. ഞാൻ നേരത്തെ ഒരു ചെറിയൊരു ഹിൻഡ് നിങ്ങൾക്ക് തന്നിരുന്നു, കാർബോകാറ്റയോൺ ഫോം ചെയ്തു എന്നുള്ളത്. ഓക്കെ, അതായത് ലെറ്റ്സ് സേ ദിസ് ഇസ് മൈ CH3 ആൻഡ് ലെറ്റ്സ് സേ Br. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ it forms what? This is the step 1 അല്ലേ. സ്റ്റെപ്പ് 1 സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. ഞാനിപ്പോൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഒന്നും വരയ്ക്കുന്നില്ല. സോ ഐ വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് കാർബോകാറ്റയോൺ ലൈക്ക് CH3 and CH3 with a positive charge. Now comes what? The nucleophilic attack, which is the second step അല്ലേ. above the പ്ലെയിനിൽ നിന്നും അറ്റാക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവിടെ എന്താണ്, ബിലോ ദ പ്ലെയിനിൽ നിന്നും അറ്റാക്ക് ചെയ്യാം. സോ ഇഫ് ഐ എം റൈറ്റിംഗ് ദിസ്, ഓർ ഐ കുഡ് റൈറ്റ് സ്റ്റീരിയോ കെമിസ്ട്രി വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, R1 R2 R3 കൊടുക്കാം. R1 ലെറ്റ്സ് സേ ലൈക്ക് ദിസ്, R2 this is my X, this is my R3. ഓക്കെ, അപ്പോൾ above the plane ആകുമ്പോൾ this is above the plane and this is below the plane. Okay, nucleophile attack ചെയ്യും. And
നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 2 ടൈപ്പ് പ്രൊഡക്റ്റ് കിട്ടും അല്ലേ? അബവ് ദ പ്ലെയിൻ ആണെങ്കിൽ മക്കളെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. R1 R2 ഓക്കെ, വി ഹാവ് R2 over here, this is R3 and same ഇവിടെ എന്തായിരിക്കും? ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ഇവിടെ എക്സ് മൈനസ് ഉള്ള അതേ രീതിയിൽ ന്യൂക്ലിയോഫൈൽ വരും. ഓക്കെ, ആൻഡ് ഓക്കെ, ഇനി ബിലോ ദ പ്ലെയിൻ ആണെങ്കിലോ, യെസ് വി വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. R1 R3 എന്തായിരിക്കും? ന്യൂക്ലിയോഫൈൽ എന്തായിരിക്കും? യെസ്, ന്യൂക്ലിയോഫൈൽ വിൽ കം ലൈക്ക് ദിസ്. ഓക്കെ, അബവ് ദ പ്ലെയിൻ ആയിരിക്കും. And we will have what? We'll have R2 here. Okay, ഇങ്ങനെ നമുക്ക് കിട്ടും. And this is actually എന്താണ്? Enantiomers. These are non-superimposable mirror images. And the products are what? The products are enantiomers. Enantiomers. Okay, എന്താണ്? ഇത് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി എത്രയാണ്? തിയററ്റിക്കലി നമ്മൾ പറയും 50%, അതേപോലെ ഇതെന്താണ്? 50%. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ഇനാൻഷ്യോമേഴ്സ് ആണ്. ഇനാൻഷ്യോമേഴ്സ് എന്ന് പറഞ്ഞാൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇനാൻഷ്യോമേഴ്സ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ മാത്രമേ ഡിഫറൻ്റ് ആകത്തുള്ളൂ അല്ലേ? ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്തായിരിക്കും? ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഡിഫറൻ്റ് ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. അത് തന്നെയാണ് പറയുന്നത്, നല്ലതല്ലേ? ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഓപ്പോസിറ്റ് ഇൻ നേച്ചർ എന്നെനിക്ക് പറയാൻ പറ്റും. ലെറ്റ്സ് സേ ഞാനൊരു ബീക്കർ എടുക്കുകയാണ്. ഓക്കെ, ആൻഡ് ഐ വിൽ കോൾ ദിസ് ഇസ് 1 and 2. ഇതിനെ ഞാൻ 1 എന്ന് വിളിക്കുന്നു, ഇതിനെ ഞാൻ 2 എന്ന് വിളിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ 1നെയും 2നെയും ഞാൻ എന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. 1 and 2. ഓക്കെ, ഞാൻ എടുത്തിരിക്കുകയാണ്, 50% ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് സേ ഇതിൻ്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ +50 ആണെങ്കിൽ, ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണെങ്കിൽ, ഇത് ലീവോ റൊട്ടേറ്ററി ആയിരിക്കും, 50 ആയിരിക്കും, -50 അല്ലേ? അപ്പോൾ റിസൾട്ടൻ്റ് എന്തായിരിക്കും ഇവിടെ? റിസൾട്ടൻ്റ് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? വിൽ സേ ദിസ്, ദാറ്റ് ഈസ് +50 -50 എത്രയായിരിക്കും? 0. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ദിസ് മിക്സ്ചർ ഈസ് ആക്ച്വലി എന്താണ്? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. Optically inactive, and we will call this as what? Racemic mixture. Racemic mixture. Okay, അതായത് SN1 കാരണം നിങ്ങൾക്ക് എന്തുണ്ടാവും? ബിക്കോസ് ഓഫ് SN1 there is a possibility of what? Racemization. In SN1 there is a formation of what? Formation of racemic mixture. കാര്യം മനസ്സിലായല്ലോ? അതായത് ഇനാൻഷ്യോമേഴ്സ് ആണ് ഫോം ചെയ്യുക. ഇനാൻഷ്യോമേഴ്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനാൻഷ്യോമേഴ്സ് ആണ് ഫോം ചെയ്യുക. ഇനാൻഷ്യോമേഴ്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഡിഫറൻ്റ് ആയിരിക്കും. ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഇങ്ങനൊരു ചോദ്യമുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ചോദ്യമാണ്. ആസ് എ റിസൾട്ട് ഓഫ് SN1 റിയാക്ഷൻ നിങ്ങളോട് ചോദിക്കും 100% റെസിമൈസേഷൻ നടക്കും എന്ന് പറയും, പാർഷ്യൽ റെസിമൈസേഷൻ എന്ന് പറയും, റിട്ടൻഷൻ പ്രോഡക്റ്റ് ഓൺലി എന്ന് നിങ്ങളോട് പറയും, റിട്ടൻഷൻ പ്രോഡക്റ്റ് ഓൺലി, ആൻഡ് ഇൻവേർഷൻ പ്രോഡക്റ്റ് ഓൺലി. അപ്പോൾ SN2 ആണെങ്കിൽ നമുക്കറിയാം ദിസ് ഇസ് ഫോർ SN2, ദിസ് ഇസ് കറക്റ്റ്. ഓക്കെ, ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? SN1 ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് റെസിമൈസേഷൻ 100% ആണെന്ന്. പക്ഷേ ഇതല്ല ആൻസർ, പാർഷ്യൽ റെസിമൈസേഷൻ ആണ്. എന്തുകൊണ്ടാണ്? ഇൻവേർഷൻ പ്രൊഡക്റ്റ് സ്ലൈറ്റ്ലി അഡ്വാൻറ്റേജ് ആണ്. ഈവൺ ഇൻ SN1 ഓൾസോ. ഓക്കെ, ഇൻവേർഷൻ പ്രൊഡക്റ്റ് സ്ലൈറ്റ്ലി ഡോമിനേറ്റ്, ഇൻവേർഷൻ പ്രൊഡക്റ്റ് slightly dominates over what? Yes, inversion product slightly dominates over retention product. Okay, retention product. അപ്പോൾ ഞാനിവിടെ റിട്ടൻഷനും
ഇൻവേർഷൻ ഒന്നും പറഞ്ഞിട്ടില്ല ആക്ച്വലി. ഇതാ ഈ സ്റ്റീരിയോ കെമിസ്ട്രി പ്രിസേർവ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഹാലജൻ ഇവിടെയായിരുന്നുള്ളത്, എക്സ് ഇവിടെയായിരുന്നു, ലീവിംഗ് ഗ്രൂപ്പ് ഇവിടെയായിരുന്നു ഉള്ളത് അല്ലേ, ഇവിടേക്കാണ് നമ്മുടെ ന്യൂക്ലിയോ ഫൈൽ വന്ന് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റീരിയോ കെമിസ്ട്രി പ്രിസേർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി വിൽ കോൾ ദിസ് ആസ് വാട്ട്, റിട്ടൻഷൻ പ്രോഡക്റ്റ്. ഓക്കെ, ഇനി ഇവിടെ സ്റ്റീരിയോ കെമിസ്ട്രി എന്ത് ചെയ്തു, ഇൻവേഴ്സ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് പറയും, ഇൻവേർഷൻ പ്രോഡക്റ്റ് എന്ന് നമ്മൾ പറയും, ഇൻവേർഷൻ പ്രോഡക്റ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഇതാ അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സി ലെറ്റ്സ് R1 R2 R3 ആൻഡ് ദിസ് ഇസ് മൈ എക്സാം എന്ന് വിചാരിക്കാം. ആൻഡ് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ റിട്ടൻഷൻ പ്രൊഡക്റ്റ് ആണെങ്കിൽ ന്യൂക്ലിയോ ഫൈൽ എവിടെ നിന്നാണ് വരിക, ഇതാ എക്സ് പോകുന്ന അതേ വഴിയിലേക്കാണ് ആര് വരുന്നത്, ന്യൂക്ലിയോ ഫൈൽ വരുന്നത്. ഫ്രണ്ട് സൈഡ് അറ്റാക്ക്, എക്സ് ഇങ്ങനെ പോകുന്നു, എക്സ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ന്യൂക്ലിയോ ഫൈൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതേസമയം ഇൻവേർഷൻ ആണെങ്കിൽ ദിസ് ഇസ് യുവർ റിട്ടൻഷൻ. ഓക്കെ, റിട്ടൻഷൻ പ്രോഡക്റ്റ് ഇൻവേർഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും, ഇതാ R1 R2 R3, ഇതാ എക്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ന്യൂക്ലിയോ ഫൈൽ എവിടെ നിന്ന് അറ്റാക്ക് ചെയ്യുന്നു, യെസ് ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡ് ആണ് അല്ലേ. അപ്പോൾ അതാ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എക്സ് പോകുന്നത് എങ്ങനെയാണ്, എക്സ് മൈനസ് ആയിട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു പോസിബിൾ റിപ്പൾഷൻ ഫാക്ടർ ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും അല്ലേ. ഇവിടെ എക്സ് മൈനസ് ആയിട്ട് പോകുന്നു, എക്സ് മൈനസ് ആയിട്ട് പോകുന്നു, ന്യൂക്ലിയോ ഫൈല് ഒരു ചാർജുമായിട്ട് വരുന്നു, ലോൺ പെയറുമായിട്ട് വരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും എന്തുണ്ടാകും, പോസിബിൾ റിപ്പൾഷൻ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അങ്ങനെ പോസിബിൾ റിപ്പൾഷൻ നല്ലതാണോ, അല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻവേർഷൻ പ്രൊഡക്റ്റ് സ്ലൈറ്റ്ലി എന്ത് ചെയ്യുന്നത്, ഡോമിനേറ്റ്സ് ഓവർ യുവർ റിട്ടൻഷൻ പ്രൊഡക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ജനറലി എല്ലാവരും പറയും റെസിമൈസേഷൻ നടക്കും എന്നൊക്കെ നമ്മൾ പറയും, കറക്റ്റാണ്. പക്ഷേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇവിടെ എന്താണ്, അതുകൊണ്ട് തന്നെ കുറച്ചൊരു സ്ലൈറ്റ്ലി ഉണ്ടായത് കൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും, ലെറ്റ്സ് സേ 51% ഇൻവേർഷനും 49% റിട്ടൻഷനും ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, പാർഷ്യൽ റെസിമൈസേഷൻ ആയിരിക്കും അല്ലേ. കുറച്ച് ഇൻവേർഷൻ പ്രൊഡക്റ്റ് കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, പാർഷ്യൽ റെസിമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നൗ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ SN2 പറഞ്ഞതുപോലെ തന്നെ SN1 നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ 2-സ്റ്റെപ്പ് പ്രോസസ്സ് അല്ലേ, 2-സ്റ്റെപ്പ് പ്രോസസ്സ് ആണ്. ഓക്കെ, സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പാണ് അല്ലേ. ഓർ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഞാൻ ഒരു കാര്യം ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മുടെ ആക്ടിവേഷൻ എനർജി, ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദി സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. കാർബോകാറ്റോൺ ഉണ്ടാകുന്ന സ്റ്റെപ്പാണ് എന്ത്, സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അവിടെ ആര് മാത്രമേ ഉള്ളൂ, യെസ് നമ്മുടെ സബ്സ്ട്രേറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, is only depend on what, concentration of substrate. Okay, rate of reaction actually does not depend on what, the concentration of nucleophile. It's a very important thing. Okay, rate of reaction only depends on substrate, so unimolecular reaction. Okay, does not depend on, sorry, rate of reaction does not depend on concentration of nucleophile. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി ആണ് അല്ലേ. എത്രത്തോളം സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ ആണോ ഉണ്ടാകുന്നത് അല്ലേ, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് അതും കൂടെ പറയാം, ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ, സബ്സ്ട്രേറ്റിന്റെ കാര്യത്തിൽ നമുക്ക് പറയാം. ആൻഡ് ഫൈനലി നമുക്ക് സോൾവെന്റിന്റെ എഫക്റ്റും കൂടെ പറയണം, വിച്ച് ഇസ് പോളാർട്ടിക് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, വൈ വിൽ ഡിസ്കസ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ സബ്സ്ട്രേറ്റ്. നമ്മൾ പറഞ്ഞു സബ്സ്ട്രേറ്റിന്റെ കാര്യം പറയുമ്പോൾ യുവർ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ, ഓക്കെ, യെസ്, യുവർ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ, അങ്ങനെയാകുമ്പോൾ ഓഫ് കോഴ്സ് യു നോ ദിസ് തിങ്സ് റൈറ്റ്. BR ഇവിടെ ഉണ്ട്, ദിസ് ടെർഷ്യറി ബ്യൂട്ടൈൽ ബ്രോമൈഡ് അല്ലേ, ദിസ് ഇസ് ടെർഷ്യറി. ഓക്കെ, പിന്നെന്തായിരിക്കും, യെസ്, സെക്കൻഡറി, this is primary, and we will have what, yes, we will have CH3
Br as well. എന്തുകൊണ്ടാണ് എൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇങ്ങനെ ഞാൻ പറയും? കാരണം ഇതിൽ നിന്ന് ഫോം ചെയ്യുന്ന കറസ്പോണ്ടിങ് കാർബോകാറ്റയോൺ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറി, പ്രൈമറി, എന്താണ്? ഓക്കെ, ടീർഷറി കാർബോകാറ്റയോൺ. ദിസ് ഇസ് മൈ സെക്കൻഡറി കാർബോകാറ്റയോൺ അല്ലേ? ഇതാ, ദിസ് ഇസ് ഈ കാർബോകാറ്റയോൺ ആണ് CH3 അല്ലേ? സെക്കൻഡറി, ആൻഡ് ദിസ് ഇസ് വാട്ട്? യെസ്, പ്രൈമറി കാർബോകാറ്റയോൺ, ആൻഡ് ഐ വിൽ ഹാവ് വാട്ട്? CH3 പ്ലസ്. ഇങ്ങനെ ഉണ്ടാവും അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി ആർക്കാണ് കൂടുതൽ? യെസ്, കാർബോകാറ്റയോൺ ടേർഷറിക്കാണ് ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? യെസ്, ഇങ്ങനെ അല്ലേ? ദിസ് ഇസ് ടേർഷറി, ദിസ് സെക്കൻഡറി, ദിസ് ഇസ് പ്രൈമറി. ഓക്കെ, സോ റേറ്റ് ഓഫ് റിയാക്ഷൻ സബ്സ്ട്രേറ്റുമായിട്ട് ഇങ്ങനെയായിരിക്കും. ടേർഷറി ആൽക്കൈൽ ഹാലൈഡ് ആണ് കൂടുതൽ ഫേവറബിൾ ഫോർ SN1. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. Now, strength of nucleophile. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, റേറ്റ് ഓഫ് റിയാക്ഷൻ ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? സബ്സ്ട്രേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ന്യൂക്ലിയോഫൈലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ന്യൂക്ലിയോഫൈലിൻ്റെ സ്ട്രെങ്ത്തിനെ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ സ്ട്രെങ്ത് ഓഫ് വോട്ട്? ന്യൂക്ലിയോഫൈൽ. സ്ട്രെങ്ത് ഓഫ് ന്യൂക്ലിയോഫൈൽ. ഓക്കെ, അപ്പം ഞാൻ പറയുകയാണ്, 2 ന്യൂക്ലിയോഫൈൽ ഞാൻ തരികയാണ്. H2O തന്നു, അതേപോലെ OH- തന്നു. അപ്പം ഞാൻ പറയും OH- SN1 നടത്തിക്കൂടെ? നടത്താം. പക്ഷേ ഇറ്റ് ആക്ച്വലി ഫേവേഴ്സ് വോട്ട്? SN2. കാരണം സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ എന്താണ് ആക്ച്വലി ഫേവർ ചെയ്യുന്നത്? ആരെയാണ്? ഓക്കെ, SN2 ആണ്. വാട്ടർ ആകുമ്പോൾ ഇവിടെ എന്താണ്? വീക്ക് ന്യൂക്ലിയോഫൈലാണ്, ആൻഡ് ഇറ്റ് ഫേവേഴ്സ് വോട്ട്? ഫേവേഴ്സ് SN1. എന്ന് വെച്ചിട്ട് OH- ഒരു കണ്ടീഷനിലും SN1 ഫേവർ ചെയ്തുകൂടാ എന്നൊന്നുമില്ല കേട്ടോ. ബട്ട് ജനറലി വീക്ക് ന്യൂക്ലിയോഫൈൽ ആണെങ്കിൽ SN1 ഫേവർ ചെയ്യും. സ്ട്രോങ് ആണെങ്കിൽ അതെന്തായിരിക്കും? SN2 ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി സോൾവെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ SN1 റിയാക്ഷൻ ഈസ് ഫേവേർഡ് ഇൻ പോളാർ പ്രോട്ടിക് സോൾവെൻറ്റ്സ്. Okay, it's generally favored in what? Polar protic solvent, and is not favored in what? Is not favored in polar aprotic solvents. ഓക്കെ, ഞാനത് അടുത്ത പേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ലെറ്റ്സ് സേ ഞാൻ CH3X എടുക്കുന്നു. ഓക്കെ, ഓർ ഐ വിൽ സിംപ്ലി ടേക്ക് ടേർഷറി ആണെന്ന് വിചാരിച്ചോളൂ, RX എടുക്കുന്നു, ആൻഡ് ഐ വിൽ ഗെറ്റ് കാർബോകാറ്റയോൺ, ആൻഡ് X- എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ലീവ് ചെയ്തു പോകും. സോ ദിസ് ഇസ് മൈ ലീവിംഗ് ഗ്രൂപ്പ്, ആൻഡ് ദിസ് ഇസ് മൈ കാർബോകാറ്റയോൺ, ആൻഡ് വാട്ടർ ആണ്, സോൾവെൻ്റ് ആണെന്ന് വിചാരിക്കുക, വിച്ച് ഇസ് പോളാർ പ്രോട്ടിക് സോൾവെൻറ്റ്സ്. ഓക്കെ, പോളാർ പ്രോട്ടിക് സോൾവെൻറ്റ്. ഓക്കെ, ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടു. നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഈ കാർബോകാറ്റയോൺ ഫോം ചെയ്താലില്ലേ, ആക്ച്വലി ഇവിടെ കാർബോകാറ്റയോൺ ക്യാൻ ആക്ച്വലി റീഅറേഞ്ച്. ഓക്കെ, നമ്മൾ പ്രോബ്ലത്തിൽ കാണും റീഅറേഞ്ച്മെൻറ്റ് ഓഫ് കാർബോകാറ്റയോൺ. സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്ന നമ്മുടെ കാർബോകാറ്റയോൺ ഇറ്റ് ക്യാൻ ആക്ച്വലി റീഅറേഞ്ച്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്. ദിസ് മേ റീഅറേഞ്ച്. എപ്പോഴും റീഅറേഞ്ച് ചെയ്യണമെന്നില്ല, ഇറ്റ് മേ റീഅറേഞ്ച്. ഓക്കെ, ഇതും കൂടെ ഞാനിവിടെ പറയാം. അങ്ങനെ ഒരു പോയിൻ്റായിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ പോളാർ പ്രോട്ടിക് സോൾവെൻറ്റ് യൂസ് ചെയ്യുന്നത്? കാരണം നമ്മുടെ കാർബോകാറ്റയോൺ ഉണ്ടല്ലോ, ലെറ്റ്സ് സേ R+ എന്ന് പറയുന്ന നമ്മുടെ കാർബോകാറ്റയോൺ. ഓക്കെ, ഈ കാർബോകാറ്റയോണിനെ ആര് സ്റ്റെബിലൈസ് ചെയ്യും? നമ്മുടെ വാട്ടർ സ്റ്റെബിലൈസ് ചെയ്യും മക്കളെ. അത്രയാണ് കാര്യം. ഓക്കെ, ഹിയർ വി ഹാവ് yes, this is delta minus. So it actually stabilizes the carbocation, and even it stabilizes what? X-, your leaving group as well. Okay, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ H2O, okay, so here we have delta positive, and delta positive. Okay, so stabilizes your polar protic solvent, stabilizes carbocation and what? Your leaving group. അതുകൊണ്ടാണ് മക്കളെ നമ്മൾ ജനറലി പറയുന്നത്
ഇറ്റ്സ് ഫേവേർഡ് ഇൻ പോളാർ പ്രോട്ടിക് സോൾവെൻ്റ് എന്ന്. ആൻഡ് ഫൈനലി ലീവിങ് ഗ്രൂപ്പ് അബിലിറ്റി നമ്മൾ SN2-ൽ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യമാണ്. ലെറ്റ്സ് സേ ഞാനിവിടെ ന്യൂക്ലിയോഫൈലായിട്ട് എടുക്കുന്നത് വാട്ടർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഹോമോ ലൂമോ കൺസെപ്റ്റ് നിങ്ങൾ എഗെയിൻ അപ്ലൈ ചെയ്യുക. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ചാർജ് ഡിസ്പേർഷനോ ആൻറ്റിബോണ്ടിങ് ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോഴും റേറ്റ് ഓഫ് റിയാക്ഷൻ ടുവേർഡ്സ് SN1 എന്ത് തന്നെയായിരിക്കും? RI, RBr, RCl ആൻഡ് RF എന്നുള്ള രീതിയിൽ വരും. വിച്ച് ഇസ് വെരി ഫെയർലി സിമ്പിളാണ്. കാരണം CI ബോണ്ട് എന്താണ്? കുറച്ച് വലുതാണ്, ഈസിലി ബ്രേക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പോൾ CBr എത്ര ഈസി ആയിട്ട് എന്താണ് ലീവ് ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, റേറ്റ് ഓഫ് റിയാക്ഷൻ ടുവേർഡ്സ് SN1 സെയിം ആയിരിക്കും ടുവേർഡ്സ് SN1. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ ഞാൻ ഇവിടെ റാപ്പപ്പ് ചെയ്യുകയാണ്. കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് പറയാനുണ്ട്, റീഅറേഞ്ച്മെൻറ്റ് പറയാനുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് നോക്കാനുണ്ട്. അതൊക്കെ SN1 SN2 ഏത് കണ്ടീഷനിൽ SN1 വരും SN2 വരും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിക്കാണാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.